ഇനി നമുക്ക് എങ്ങനെയാണ് മൂഡിൽ ഈ ക്വസ്റ്റ്യൻസിനെ അപ്ലോഡ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇത് ടോപ്പിക് 10 എന്നുള്ളതിലാണ് ഞാൻ ഈ ചോദ്യം ഇടാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുക. ഓൾറെഡി നമ്മൾ ഇവിടെ മറ്റേ ഇതിൽ കോഴ്സിന്റെ എഡിറ്റിംഗ് ഓൺ എന്നുള്ളതൊക്കെ ആക്കി വെച്ച് ടേൺ എഡിറ്റിംഗ് ഓൺ എന്നുള്ളത് വെച്ചിട്ട് ഇപ്പോൾ ഓഫ് ആക്കണമെങ്കിൽ ആക്കാം. പക്ഷെ നമ്മൾ ഓൾറെഡി എഡിറ്റിംഗ് ഓൺ ആണ്. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആണ്. ഞാൻ നിങ്ങളെ ഓർമ്മിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ടോപ്പിക് 10 ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ആഡ് ആൻ ആക്ടിവിറ്റി ഓർ റിസോഴ്സ് എന്നുള്ളത് കൊടുക്കുക. ആഡ് ആൻ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു മെനു കിട്ടും. അതിൽ ക്വിസ് എന്ന് പറയുക. അപ്പോൾ മോഡലിനെ സംബന്ധിച്ചിടത്തോളം എനി എക്സാമിനേഷൻ ഈസ് എ ക്വിസ്. അപ്പോൾ ഇതിവിടെ നമ്മൾ പറയുക MCQ എന്ന് നമ്മൾ കൊടുക്കുക. ഇതാണ് നമ്മളുടെ MCQ 1. ഞാനിപ്പോൾ ഒരു ആദ്യത്തെ MCQ ആണ് ഇതിൽ കൊടുക്കാൻ പോകുന്നത്. ഇതിൽ ചൂസ് ദി ബെസ്റ്റ് ആൻസർ എന്നാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു ഡയറക്ഷൻ. അത് നമുക്ക് ഇതിൽ കാണാം. ചൂസ് ദി ബെസ്റ്റ് ആൻസർ. അത് ഡിസ്പ്ലേ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി എനിക്ക് ടൈമിംഗ് കൊടുക്കാം. അതായത് ഇപ്പോൾ 15-ാം തീയതി രാവിലെ ഇത്ര മണിക്ക് തുടങ്ങി ഇത്ര മണി വരെ. ഇപ്പോൾ 60 ക്വസ്റ്റ്യൻ ഉണ്ട്. എനിക്ക് 50 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് എനേബിൾ എന്നുള്ളത് കൊടുത്താൽ മതി. അപ്പോൾ എത്ര മണിക്ക് ക്വിസ് ക്ലോസ് ചെയ്യണം എന്നുള്ളത് അപ്പോഴും പറയാം. അപ്പോൾ 10 തൊട്ട് 10:30 വരെ ഉള്ള 30 മിനിറ്റ് കൊണ്ട് അവർ 50 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 40 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ 10:30 മണിയാകുമ്പോൾ ക്വിസ് അപ്പം തന്നെ ക്ലോസ് ചെയ്യും. അതുവരെ ആൻസർ ചെയ്ത് എത്രയാണോ വെച്ചിട്ട് ക്ലോസ് ചെയ്യും. അതല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഗ്രേസ് പീരിയഡ് കൊടുക്കണമെങ്കിൽ അത് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അത് കഴിഞ്ഞുണ്ടാവുന്ന ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്യണമെന്ന് പിന്നീട് തീരുമാനിക്കാൻ ഒക്കെയുള്ള അതിനൊക്കെയുള്ള സംവിധാനം നമുക്ക് ഇതിൽ വെച്ചിട്ടുണ്ട്. ടൈം ലിമിറ്റ് എന്ന് വെച്ചിട്ട്. അപ്പോൾ ടൈം ലിമിറ്റ് വെക്കാം. പിന്നെ ഗ്രേഡ് കൊടുക്കാം. ഒരു ക്വസ്റ്റ്യൻ എത്ര മാർക്ക് വെച്ചിട്ട് എന്നുള്ളത് നമുക്ക് ഇവിടെ കൊടുക്കാം. ഒരു പേജിൽ എത്ര ക്വസ്റ്റ്യൻ വരണം എന്നുള്ളതിനെ കുറിച്ച് ചോദിക്കാം. 2 ക്വസ്റ്റ്യനോ 3 ക്വസ്റ്റ്യനോ 1 ക്വസ്റ്റ്യൻ എത്ര വെച്ചെങ്കിൽ നമുക്ക് ചോദിക്കാം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഓരോ കുട്ടിക്കും ഓരോ രീതിയിൽ ക്വസ്റ്റ്യൻസ് കൊടുക്കണം. ഇപ്പൊ നമുക്കൊരു 100 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ 100 ക്വസ്റ്റ്യൻസ് ഒരേ ക്ലാസ്സിൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ കോപ്പി അടിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് സീക്വൻസിൽ ഷഫിൾ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യാം. അപ്പൊ ക്വസ്റ്റ്യൻസിനെ നമുക്ക് ഷഫിൾ ചെയ്യാം. അതുപോലെ ഒരു ക്വസ്റ്റ്യന് ഉത്തരം പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് ശരിയോ തെറ്റോ എന്ന് കാണുന്ന രീതിയിൽ ഒരു മറുപടി തരുന്ന രീതിയിലാവും. അതിന് അഡാപ്റ്റീവ് മോഡ് കൊടുത്താൽ മതി. ഡെഫേർഡ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഉത്തരം കൊടുത്താൽ മതി. ക്വിസ് കഴിഞ്ഞിട്ട്, അതായത് പരീക്ഷ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. റിവ്യൂ ഓപ്ഷൻസ്, അതായത് നമുക്ക് വേണമെങ്കിൽ ഡ്യൂറിങ് ദ അറ്റംപ്റ്റ് മറ്റേ കറക്റ്റ് ആണോ എന്ന് പറയാം. അങ്ങനെയുള്ള ഇതൊക്കെ അപ്പം നമുക്ക് പറയാവുന്നതാണ്. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി അറ്റംപ്റ്റ് ആണോ, എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതില് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ അൺക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിടാം. ഇത് മൊത്തം അൺക്ലിക്ക് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പിയറൻസ് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആളുടെ പടം കാണണമെങ്കിൽ അങ്ങനെ ഇതൊക്കെ ഒരു സംഭവമാണ്. ഈ സേഫ് എക്സാം ബ്രൗസർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം സോഫ്റ്റ്വെയർ ആണ്. ഇത് പ്ലഗിൻ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ആ സോഫ്റ്റ്വെയർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാംസും ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആവും. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഓവറോൾ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചർക്ക് ഇത് കഴിഞ്ഞാൽ ഈ പരീക്ഷയെക്കുറിച്ച് ഓരോ കുട്ടിക്കും വേണമെങ്കിൽ ഫീഡ്ബാക്ക് കൊടുക്കാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് കൊടുക്കാം. അതുപോലെ ആക്ടിവിറ്റി കംപ്ലീഷൻ എന്ന് വെച്ചാൽ നമ്മളിത് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് കഴിഞ്ഞു എന്ന് എഴുതണോ അതോ ഓട്ടോമാറ്റിക്കലി അത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കഴിയോ എന്നുള്ളതൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് തീരുമാനിക്കാം എന്നുള്ളതാണ്. ആൻഡ് നൗ ഇപ്പൊ ഞാൻ ഇതിൽ ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് സേവ് ആൻഡ് റിട്ടേൺ ടു ദി കോഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ ഇതാ ടോപ്പിക് 10 എന്നുള്ളതിൽ MCQ 1 എന്നുള്ളത് അവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് സെറ്റ് ചെയ്ത് പഠിക്കുക.